ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ ഈ ഭാഗം വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നത്, ഖുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർളൗനഹാ. നിങ്ങളുടെ പിതാക്കളാകട്ടെ, നിങ്ങളേറെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സന്താനങ്ങളാകട്ടെ, നിങ്ങളുടെ സഹോദരങ്ങളാകട്ടെ, നിങ്ങളുടെ ഇണകളാകട്ടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളാകട്ടെ, നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമ്പത്താകട്ടെ, നിങ്ങൾ നഷ്ടം ഭവിക്കുമോ എന്ന് പേടിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കച്ചവടങ്ങളാകട്ടെ, നിങ്ങൾ തൃപ്തി അണിഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളാകട്ടെ, 8 കാര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ എണ്ണിപ്പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ കാര്യങ്ങളെക്കാൾ അപ്പുറം അള്ളാഹുവിനെയും റസൂലിനെയും ഒരു വ്യക്തി സ്നേഹിക്കുന്നത് വരെ, അല്ലെങ്കിൽ ആ സ്നേഹം ഒരാളുടെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ തീർച്ചയായും ഒരു വിശ്വാസിയിൽ ഈ സ്നേഹമുണ്ടായിരിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞ വാചകം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാവിനേക്കാളും നിങ്ങളുടെ പിതാവിനേക്കാളും നിങ്ങളുടെ സന്താനങ്ങളെക്കാളും അല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല, നിങ്ങളൊരു പൂർണ്ണത കൈവരിച്ച വിശ്വാസിയാകുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്.